നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ അതിരുകടന്നതോടെ ലോസ് ആഞ്ചൽസിലേക്ക് 700 മറൈൻ സൈനികരെ വിന്യസിക്കാനാണ് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നത്. ഈ നീക്കം രാജ്യമെങ്ങും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ട്രംപ് ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും? ഇലോൺ മസ്ക് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഇംപീച്ച്മെന്റ് സാധ്യതകൾ യാഥാർത്ഥ്യമാകുമോ? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അമേരിക്ക ആകെ പരിഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോസ് ആഞ്ചൽസിന്റെ തെരുവുകൾ യുദ്ധക്കളത്തിന് സമാനമാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ അതിവേഗം അക്രമാസക്തമായി മാറുകയായിരുന്നു. പ്രതിഷേധക്കാർ വ്യാപകമായ നശീകരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി. ഈ സാഹചര്യത്തിലാണ് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി US സൈന്യം 700 മറൈൻ സൈനികരെ വിന്യസിക്കാൻ തീരുമാനിക്കുന്നത്. സൈനികരെ തെരുവുകളിലേക്ക് അയക്കുന്നതിനുള്ള ഉത്തരവ് നേരിട്ട് ട്രംപ് തന്നെ എടുക്കുകയായിരുന്നു. BBC ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം കുടിയേറ്റ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാനാണ് മറൈൻ സൈനികരെ ലോസ് ഏഞ്ചൽസിലേക്ക് അയക്കാൻ US സൈന്യം തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാൻ സാധ്യതയുണ്ടെന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ സീറോ ടോളറൻസ് എന്ന കുടിയേറ്റ നയങ്ങൾക്കെതിരെ രാജ്യത്തുടനീളം വലിയ ജനരോഷമാണ് ഇരമ്പുന്നത്. ലോസ് ഏഞ്ചൽസിലെ പ്രതിഷേധം നിയന്ത്രിക്കാൻ നാഷണൽ ഗാർഡ് ട്രൂപ്പുകളെയും നിയോഗിച്ചിട്ടുണ്ട്. NDTV നൽകുന്ന റിപ്പോർട്ട് പ്രകാരം പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കൂടുതൽ നാഷണൽ ഗാർഡ് ട്രൂപ്പുകൾ സ്ഥലത്തെത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള ഈ 700 മറൈൻ സൈനികർ പോലും താൽക്കാലികമാണ്. ഇനിയും സംഖ്യ വർദ്ധിച്ച് 1000-ലേക്കൊക്കെ എത്താമെന്നാണ് പറയുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളെ ചൊല്ലി രാജ്യത്ത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അക്രമം വർദ്ധിക്കുന്നത് തടയാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് നാഷണൽ ഗാർഡിനെ വിന്യസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും പൗരാവകാശങ്ങൾ ലംഘിക്കാനുമുള്ള നീക്കമാണെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണിതെന്നാണ്. കുടിയേറ്റ വിഷയത്തിൽ ട്രംപ് തുടർച്ചയായി കർശന നിലപാടുകൾ സ്വീകരിക്കുന്നത് പുതിയ കാര്യമല്ല. എന്നാൽ പോലും സൈന്യത്തെ നേരിട്ട് പ്രതിഷേധക്കാർക്ക് നേരെ വിന്യസിക്കാനുള്ള ഈ തീരുമാനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു പുതിയ ആയുധം നൽകുന്നത് പോലെയാണ്. രാജ്യത്ത് ആഭ്യന്തര ക്രമസമാധാനം നിലനിർത്തേണ്ടത് ഫെഡറൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് ട്രംപ് അനുകൂലികൾ വാദിക്കുമ്പോൾ ഇത് പൗരാവകാശങ്ങൾ ഹനിക്കാനുള്ള ശ്രമമാണെന്ന് ഡെമോക്രാറ്റുകളും ആരോപിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇലോൺ മസ്കിനെ പോലുള്ള പ്രമുഖർ ട്രംപിന്റെ ഇത്തരം നീക്കങ്ങളെ ഇംപീച്ച്മെന്റ് നടപടികളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് തെളിഞ്ഞാൽ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് സാധ്യതയുമുണ്ട്. ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടികളോ രാജ്യദ്രോഹപരമായ പ്രവൃത്തികളോ കൈക്കൂലിയോ പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം. അങ്ങനെ ഒരു വ്യവസ്ഥ അമേരിക്കയിലുണ്ട്. നിലവിലെ ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ സൈനിക വിന്യാസ ഉത്തരവ് അധികാര ദുർവിനിയോഗം എന്ന ഗണത്തിൽപ്പെടുത്തി ഇംപീച്ച്മെന്റ് നടപടികൾക്ക് ഡെമോക്രാറ്റുകൾ ശ്രമിക്കുമോ എന്ന് കണ്ടറിയണം. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവായേക്കാമെന്നാണ് പ്രമുഖർ പറയുന്നത്. ലോസ് ഏഞ്ചൽസിലെ ഈ സൈനിക വിന്യാസം അമേരിക്കൻ രാഷ്ട്രീയത്തിലും കുടിയേറ്റ നയങ്ങളിലും മാത്രമല്ല പ്രസിഡന്റ് സ്ഥാനത്തിന്റെ അധികാര പരിധിയിലും വലിയ ചർച്ചകൾക്കും ഇളക്കങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ എങ്ങനെ അവസാനിക്കും? ട്രംപിന്റെ ഈ നീക്കം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും പ്രത്യേകിച്ച് ഇംപീച്ച്മെന്റ് സാധ്യതകളെയും എങ്ങനെ ബാധിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ ലോസ് ഏഞ്ചൽസിലെ സാധാരണ ജനജീവിതത്തെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വ്യാപകമായ നശീകരണ പ്രവർത്തനങ്ങളും കടകൾ കൊള്ളയടിച്ചതും നഗരത്തിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കിയതുമായി ഒരുപാട് പ്രശ്നങ്ങൾ ഇതോടനുബന്ധമായി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. സ്കൂളുകൾ അടച്ചിടാനും പൊതുഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെടുത്താനും ഈ പ്രതിഷേധങ്ങൾ കൊണ്ട് കാരണമായിട്ടുണ്ട്. അതുകൂടാതെ കുടിയേറ്റക്കാർക്കിടയിൽ വലിയൊരു ഭയവും അരക്ഷിതാവസ്ഥയും ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പലരും തങ്ങളെ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയത്തിൽ വീടുകളിൽ ഒതുങ്ങിക്കൂടുകയാണ്. ഈ സാഹചര്യം ലോസ് ഏഞ്ചൽസിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ഒരു കൂട്ടം ജനങ്ങൾ. ട്രംപ് എന്ത് ഭാവിച്ചാണ് ഇത്തരം കർശനമായ കുടിയേറ്റ നടപടികൾ ചെയ്യുന്നത് എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത്. ട്രംപിൻ്റെ ഈ ഒരു തീരുമാനം
അധികാര ദുർവിനിയോഗമായി വ്യാഖ്യാനിക്കപ്പെട്ട് പ്രസിഡന്റ് പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുമോ എന്ന് കണ്ടറിയണം. എന്നിരുന്നാലും ഇതൊന്നും കൂസാതെ, ഇലോൺ മസ്കിനെ പോലും കൂസാതെ ട്രംപ് സധൈര്യം തൻ്റെ നിലപാടിലുറച്ച് നടപടികളുമായി, അതായത് കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്.